എല്ലാവർക്കും സുഖം തന്നെയാണ്. നമുക്കിന്നൊരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ കുറവ് മാത്രമുള്ള ഒരു ചില്ലി ഗാർലിക് മഷ്റൂമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം. ഒരു മിക്സി ജാർ വേണം, ഒരു 12 മുളക്, അത് കാശ്മീരി ചില്ലി ആണെങ്കിൽ 15, സാധാരണ മുളകായതുകൊണ്ട് 12 എടുത്തിട്ടുള്ളൂ, അത് നല്ല എരിവ് ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു 15 വെളുത്തുള്ളി, അതിൻ്റെ കൂടെ ഒരു തക്കാളിയും ചേർത്തിട്ട് നമ്മളിതെല്ലാം ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. കാരണം ഇത് 1 ടേബിൾ സ്പൂൺ ആദ്യം ഒഴിച്ചിട്ട് അരച്ച് നോക്കുക. കായ്മുളകായതുകൊണ്ട് കുറച്ച് പൊതിർത്ത് വെച്ചാൽ വേഗം കഴിയും കേട്ടോ. എല്ലാം കൂടി ഇട്ട് ഒറ്റ അരക്കൽ. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഒരു തക്കാളി, ഇത് ബാംഗ്ലൂർ തക്കാളി എടുക്കാം, പുളിപ്പില്ലാത്ത തക്കാളി. പിന്നെ നാടൻ തക്കാളി ആകുമ്പോൾ പുളിപ്പുണ്ടാവും, അങ്ങനെയാണെങ്കിൽ തക്കാളി എടുത്താൽ മതി. ഇതെല്ലാം കൂടി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത്. ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം അതിൻ്റെ ഒരു കുത്തലുണ്ടാവും, അത് പോകുന്ന വരെ ഒന്ന് ആ എണ്ണയിൽ കിടന്നിട്ട് ഇതൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ നോക്കുമ്പോൾ എണ്ണ കുറഞ്ഞു പോയി. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും കുപ്പിയോടെ ഒഴിച്ചു കൊടുത്തിട്ട്, എനിക്ക് കണക്ക് ഏകദേശം അറിയാം, അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നിങ്ങളെ കണക്ക് പറയാം. നിങ്ങൾ ബിഗിനേഴ്സിനെല്ലാം അളന്നിട്ട് തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ. നമ്മളെപ്പോലെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആൾക്കാർക്കേ അത് പറ്റുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് 2 വലിയുള്ളി നീളത്തിലരിഞ്ഞത്, അത് 1 കപ്പിലേക്കുണ്ട്. 2 വലിയുള്ളി, 1 കപ്പ് വലിയുള്ളി ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നല്ലോണം വഴറ്റുക. നല്ലോണം വഴണ്ട് വരും, നല്ല പെട്ടെന്ന് വഴന്ന് കിട്ടും. വഴന്ന് കിട്ടിയാൽ അതിലേക്ക് നമുക്ക് മഷ്റൂം 4 മുറിക്കുകയെന്നേ ചെയ്യാവൂ. കൂടുതൽ ചെറുതാക്കി അപ്പാട് വെള്ളം പറ്റുമ്പോഴേക്കൊന്നും ഉണ്ടാവില്ല, കാണാനേ ഉണ്ടാവില്ല. 4 നല്ല ഒരു ഭംഗി ഉണ്ടാവും. നല്ലോണം വഴറ്റി കൊടുക്കുക. ആ വെള്ളം നല്ലോണം ഇറങ്ങി വരുന്നുണ്ട്. ആ വെള്ളം വറ്റി മൂടി വെക്കുന്നേ പാടില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര. എല്ലാ സ്വാദും ക്രമീകരിക്കാൻ പഞ്ചസാര മസ്റ്റാണ്. അതെല്ലാം നല്ലോണം ഇളക്കി ചേർത്ത് കൊടുക്കും. പെട്ടെന്ന് ഒരാൾ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടറായിട്ട് കൊടുക്കാനോ, ഇനി ചപ്പാത്തി ആയാലും ചോറിനായാലും എല്ലാം പറ്റിയൊരു സാധനമാണ് ഇത്. വെജിറ്റേറിയൻസിന് നമുക്ക് എന്തായാലും എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പം നോൺ വെജിനാണെങ്കിൽ ഒരു ചിക്കൻ എന്തെങ്കിലും വാങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി. പക്ഷേ വെജിറ്റേറിയൻസിനാകുമ്പോൾ ഇത് വളരെ നല്ലൊരു സാധനമാണ്. ഇത് ചപ്പാത്തിക്ക് നല്ല കോമ്പിനേഷനാണ്, ചോറിനും പറ്റും. ഞാൻ ചിലപ്പോൾ എരിശ്ശേരിൻ്റെ കൂടി ഇതുണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കലുണ്ട്. അപ്പം ഇത് എല്ലാവരും ഇത് റെഡിയായി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില തൂവിക്കൊടുക്കാം. ഡൺ, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അതിന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി എല്ലാവരും കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു ഡിഷുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.